അടുത്തതിനി ലെറ്റേഴ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റംസ് ഇൻ ഗിവൺ ബിലോ. ഒരു ചെയിനകത്ത് 6 കാർബൺ ആറ്റംസ് കാണാൻ പറ്റും. ടോട്ടൽ 6, പക്ഷെ ബ്രാഞ്ച് ആയിട്ടാണ് ബാക്കിയുള്ളത് താഴോട്ട് വരുന്നത്. സെക്കൻഡ് കാർബണിന് 2 കാർബൺ ആറ്റംസ് ബ്രാഞ്ച് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റംസ് ടു ഈച്ച് കാർബൺ ആറ്റം. ആദ്യത്തെ കാർബണ് എന്തായാലും 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തതിന് 2, ഓക്കെ. മൂന്നാമത്തതിന് 1 ഹൈഡ്രജൻ. വെയിറ്റ്. ആൻഡ് ഇവിടെ CH2 CH3. നിങ്ങൾക്ക് ബോണ്ട് അറിയായിരിക്കുമല്ലോ. കാർബണിന് എത്ര ബാലൻസ് വരുന്നത്? 4 ആണ്. അപ്പൊ 4 ഹൈഡ്രജൻ 4 ബോണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അത് കൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കാൻ. ഇവിടുത്തത് 3 ഹൈഡ്രജന്റെ ആവശ്യമുള്ളൂ, കാരണം ഒരു ബോണ്ട് ഇപ്പുറത്തെ കാർബൺ ആറ്റുമായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമുള്ളൂ. ഇതിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത് ടോട്ടൽ 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ആൻഡ് ഹൈഡ്രജൻ 6, 9, 10, 11, H14 ആണ് കേട്ടോ ഇവിടെ വരിക. 14 hydrogen atoms വരുന്നുണ്ട്. How many carbon atoms are there in the main chainൽ? How many carbon atoms are there? 4 carbon atoms. അപ്പൊ അതിന്റെ IUPAC നെയിം വരുന്നത് ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ പേര് കൊടുക്കുക. 1, 2, 3 ആൻഡ് 4. സെക്കൻഡ് ചെയിനിൽ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. സോ അതിന്റെ പേര് വരിക 2-ethyl butane എന്നായിരിക്കും അതിന്റെ പേര് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ നമ്മൾ റൈറ്റ് ഡൗൺ ദ IUPAC നെയിംസ് ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് പേര് കൊടുക്കാം. ഇതിലൊരു ഗ്രൂപ്പിംഗ് വരുന്നുണ്ട്. സോ ഗ്രൂപ്പ് വരുന്ന രീതിയിൽ പേര് കൊടുക്കുക. ഓക്കെ. ഇപ്പൊ ഗ്രൂപ്പിന് സ്മോളസ്റ്റ് നമ്പർ കിട്ടുകയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ നെയിമിംഗ് കൊടുക്കുക. 1, 2, 3, 4 ആൻഡ് 5 ആൻഡ് 6. മൂന്നാമത്തെ ഗ്രൂപ്പിൽ 1 കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. സോ ഇതിന്റെ പേര് എങ്ങനെ വരും? 3-methyl hexane. ഓക്കെ. ആൻഡ് സെക്കൻഡ് കാർബൺ ആറ്റം എഗെയിൻ ഇവിടെ ബോണ്ട് വരുന്നുണ്ട്. സോ ബോണ്ടിന് സ്മോളസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ റൈറ്റിൽ നിന്ന് തന്നെ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യണം. 1, 2, 3, 4, 5 ആൻഡ് 6. സോ സെക്കൻഡിൽ എന്ത് വരുന്നുണ്ട്? ബോണ്ട് വരുന്നുണ്ട്. സോ ഹെക്സ് 2-ene എന്നായിരിക്കും രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പേര് വരിക. ഓക്കെ. ആൻഡ് തേർഡ് കാർബൺ എഗെയിൻ ആ സെയിം പൊസിഷനിൽ തന്നെയാണ് അയൺ വരുന്നുണ്ട്. സോ ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്. അയൺ എന്ന് പേര് കൊടുക്കേണ്ടി വരും. 2, 3, 4, 5 ആൻഡ് 6. ഇപ്പൊ പേരെങ്ങനെ വരിക? ഹെക്സ് 3 അയൺ എന്നായിരിക്കും അവിടെ പേര് വരിക. ഹെക്സ് 3 അയൺ. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ COH ഗ്രൂപ്പാണ്. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് 1, 2, 3, 4 ആൻഡ് 5. പെൻറ്റനോയിക് ആസിഡ് 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. സോ അതിന്റെ പേര് എങ്ങനെ വരും? പെൻറ്റനോയിക് ആസിഡ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. CHO ഗ്രൂപ്പാണ്. ഫസ്റ്റ് പൊസിഷനിലാണ്. 1, 2, 3 ആൻഡ് 4. അപ്പൊ അതിന്റെ പേര് എങ്ങനെ വരിക? ബ്യൂട്ടനാൾ. എങ്ങനെ പേര് വരും? 4 കാർബൺ ആറ്റംസ് ആണ്. സോ അതിന്റെ പേര് വരുന്നത് ദാറ്റ് ഈസ് ബ്യൂട്ടനാൾ. ഓക്കെ. അടുത്ത കീറ്റോൺ ഗ്രൂപ്പാണ്. സെക്കൻഡ് പൊസിഷനിൽ 1, 2, 3, 4. റൈറ്റ്. 1, 2, 3, 4 ആൻഡ് 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. സോ പെന്റ് സെക്കൻഡ് പൊസിഷനിലാണ് ഓൺ വരിക. പെന്റ് ടു ഓൺ. നെക്സ്റ്റ് നിങ്ങൾക്ക് ബ്രാഞ്ച് ആയിട്ട് ക്ലോറിൻ ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ അതിന്റെ പേര് നമുക്ക് ഗ്രൂപ്പിന് സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ തന്നെ നെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സോ 1, 2, 3 ആൻഡ് 4. സോ പേരെങ്ങനെ വരിക? രണ്ടെണ്ണം ഉണ്ട്, മുകളിലും താഴെയും ക്ലോറിൻ. സോ 2,2 ഡൈക്ലോറോ. നമ്മൾ ഹാലജൻസ് ഫസ്റ്റ് പ്രിഫിക്സ് ആയിട്ടാണ് കൊടുക്കുക. ബ്യൂട്ടേൻ. 2,2 ഡൈക്ലോറോ ബ്യൂട്ടേൻ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് എഗെയിൻ ഈതർ ആണ്. രണ്ട് ഗ്രൂപ്പിന് അപ്പുറം ഇപ്പുറം. അപ്പൊ ഈതറിന് അപ്പുറം വരുന്നത് 1, 2 കാർബൺ എഗെയിൻ 2 കാർബൺ. സോ അതിന്റെ പേര് വരിക എത്തോക്സി ഈതേൻ. ഓക്കെ. എത്തോക്സി ഈതേൻ. ആൻഡ് നെക്സ്റ്റ് കോമ്പൗണ്ട് നമുക്ക് 2 പൊസിഷൻ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, ഗ്രൂപ്പും വരുന്നുണ്ട്. സോ നമുക്ക് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3 ആൻഡ് 4. പേരെങ്ങനെ വരും? 2-methyl 1, 2, 3, 4 and 5. So 3-methyl